അർഹമുറാഹിമേ കാട്ടിത്താറിവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ല മക്കളെ? അൽഹംദുലില്ലാ ഞാനിവിടെ റാഹത്തായിരിക്കുന്നു, ഞാനും മക്കളും കേട്ടോ. അപ്പം ഇന്ന് രാവിലത്തിന് എന്തിനുള്ള പുറപ്പാടാന്നായിരിക്കൂലേ ഇങ്ങോട്ട് പോന്നിക്കാണ് കേട്ടോ. അവിടെ നിന്നിട്ട് ഒരു നിക്കപ്പൊറുതിയില്ല. ഇനിയിപ്പോൾ അതിമാത്രം ദിവസങ്ങളൊന്നുമില്ലല്ലോ, ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാനുണ്ട്. എന്തായാലും നമ്മളിങ്ങോട്ട് ഇറങ്ങി തിരിച്ചാലേ നടക്കുള്ളൂ. ഇന്നിപ്പോൾ ഇത്തിരി ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കമ്മിയാണ്. അപ്പം ഏതായാലും എനിക്ക് ആവൂലെന്ന് കരുതിയിട്ട് തന്നെ ഷിപ്പിങ് കേട്ടോ. ഒന്നാമത് ഇന്നിപ്പം ഉമ്മാനെ ഡോക്ടറെ കാട്ടാനും ഉമ്മാക്ക് ഷുഗർ നോക്കാനും ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പം എന്നാൽ പിന്നെ അതിനിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ പെരീക്ക് ഇങ്ങോട്ട് പോന്നിക്കാണ്ടി ബാക്കിയുള്ള സെറ്റപ്പ് കുറച്ചൊക്കെ ഇങ്ങോട്ട് ചെയ്ത് തീർത്താലേ കുറേ ഒരു സമാധാനമാണ്. നാളെ ഇനി നേരം വെളുത്ത് കഴിഞ്ഞാൽ ഓരോ പരിപാടികളായിരിക്കും. കൊറിയർ വിടാണ്ടാവും, അതേപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇതിൻ്റെയൊക്കെ തിരക്കായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എന്താ കരുതി വെച്ചാൽ രാവിലെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് കാണ്ടി ചോറവിടെ ഉണ്ടാക്കി വെച്ചു. ഏതായാലും മക്കൾക്ക് നേരം വെളുത്താൽ ചോറ് വേണമല്ലോ. അപ്പോൾ ആ ചോറവിടെ ഉണ്ടാക്കി വെച്ചു, ഉരുളങ്കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിക്കണ്. ഞങ്ങൾക്ക് ചാറ് എന്തെങ്കിലും ചെന്നിട്ടാണ് താളിച്ചായിരുത്തിക്കാണ്ടേ. രാവിലെ വെറും വയറ്റിലും ഉമ്മാക്ക് ഷുഗർ നോക്കണം, പിന്നെ ഭക്ഷണം കഴിച്ചിട്ടും ഷുഗർ നോക്കണം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം എന്നാൽ അങ്ങോട്ടാണ് പോരാ, നമ്മൾക്ക് ഷുഗർ നോക്കിക്കാണ്ടാണ് പോന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ചുകാണ്ട് പിന്നെയും പോയി നോക്കാമെന്ന് കരുതി. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ നമ്മളെ ലാബും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പോന്നിക്കാണ് കേട്ടോ. ഷുഗർ നോക്കിക്കാണ്ട് ഭക്ഷണം കഴിച്ചുകാണ്ട് ഇങ്ങോട്ട് കയറി പോന്നിക്കുക. അപ്പോൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് എടുക്കാമെന്ന് കരുതി. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊന്നാണ് കാണിച്ചു തരും ചെയ്യാമെന്ന് കരുതിക്കാണ്ട് ഇറങ്ങിയ കേട്ടോ. ഒരു പണിക്ക് ഇറങ്ങി അവർ സമ്മതിക്കൂല, അതാണ് ഞാനിങ്ങോട്ട് പോരാത്തത് കേട്ടോ. എന്നാൽ കുറച്ചൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ അമ്മക്കും ചെയ്യാം. എല്ലാ നുള്ളും നുറുക്കും എല്ലാവരും ഏൽപ്പിച്ചണ്ടല്ലോ. കുറേയൊക്കെ ഞാനും കാക്കും ഒക്കെ എടുക്കും, കുറച്ചൊക്കെ കാക്കും കുറേ കളച്ച് മറിച്ച് ഒക്കെ ശരിയാക്കിയിരുന്നു കേട്ടോ. പ്ലംബിങ്ങിൻ്റെ പണി കുറച്ചൊക്കെ കാക്കും എടുക്കും. എല്ലാം ഇതിപ്പോൾ ഒന്നാമത് ഈ ചെറിയ ചെറിയ പണിക്കൊന്നും ആരും കിട്ടൂല മക്കളെ. അപ്പോൾ ഇതാക്കണ ജസ്റ്റ് ഒന്നാണ് കാണിച്ചു തരാൻ കരുതിക്കാണ്ടേ. ഇത് നമ്മളെ ടേബിൾ കുറേ മുന്നൊന്നും പൊട്ടീന് കേട്ടോ. അത് കൊണ്ടുപോയിടാനും കൂടി സ്ഥലമില്ല പറഞ്ഞാൽ മതി. ആ മൂലക്ക വെച്ചിരിക്കായിരുന്നു. ആ ടേബിളിൻ്റെ ആ ചില്ലൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ മാറാല പിടിച്ച് കിടക്കുന്നുണ്ട്. ഔത്തുക്കൊന്നും നോക്കാൻ തന്നെ വെച്ച്. നമ്മൾ പാർപ്പില്ലാത്ത പെരയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാലേ, പൂച്ചയൊക്കെ പെറ്റടന്നു പറഞ്ഞ പോലെയാണ്. പൂച്ചയൊക്കെ ഉണ്ട് പെറ്റെടുക്കണം അവിടെ. ഇനി അതൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങോട്ട് കയറാമെന്ന് കരുതിയിട്ടേ. അപ്പോൾ ഇമ്മമാക്കും ഇവിടെ കാണാൻ കുറേ ദിവസമായി പൂതിയൊക്കെ തുടങ്ങിയിട്ട്. ഉമ്മമാനെ ഒന്നാണ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അമ്മമ്മ വേജാറ് കൂട്ടൽ തുടങ്ങിയിരിക്കണം. കഴിഞ്ഞോ ചോദിച്ചു കണ്ട് പണി. ഒന്നാമ്മമാൻ്റെ ബാത്റൂമും കാര്യങ്ങളൊന്നും നടക്കണില്ലല്ലോ അവിടെ, ഒരു കസാലമ്മലല്ലേ. അപ്പം അതൊരു ഗതികേടാണ് അതിന്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയസ്സായോലും ഉണ്ടാകുമ്പോൾ ഒരു ഗതികേട് തന്നെയല്ലേ. അപ്പോൾ ഇതാക്കണമൊക്കെ നുറുക്ക് കുറച്ച് കല്ലൊക്കെ ഉണ്ടായിന്, ആ കല്ലൊക്കെ അങ്ങോട്ട് കയറ്റി വെച്ചു കേട്ടോ. ഇനി ബാക്കി സെറ്റപ്പുകളൊക്കെ ഒന്നും കാണിച്ചു തരാം, എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്നൊന്നും ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട്, ഒന്നും ലൈക്ക് ചെയ്ത് കണ്ട് കണ്ടു തുടങ്ങിയപ്പോൾ കൂടെ ഇങ്ങനെ നോക്കുകയാണ് അമ്മ എന്തൊക്കെ നടക്കണെന്ന്. അമ്മ അവിടെ ഇങ്ങനെ ഇട്ടിക്കാണ്ട് പൂട്ടിക്കണമ്മ. അവിടെ ചാവില്ലായിട്ട് അവിടെ തുറക്കാൻ കഴിയൂല. ഞാൻ നോക്കാം കേട്ടോ. ഇതിപ്പോൾ കാക്കു കാട്ടിയ പപ്പടക്കോലുകൊണ്ട് കാട്ടിയ പണിയാണ്. ഇതിന് ചാവില്ലായിട്ട് കേട്ടോ. ഈ നമ്മളിവിടെ ഇല്ലായിട്ടേ ഗേറ്റ് തുറന്നു കണ്ട് നുള്ളിപ്പൊറുക്കലാരൊക്കെ വന്ന് കണ്ട് എടുക്കുകയാണ് മക്കളെ. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ആക്കിട്ടോ ഞാൻ. പിന്നെന്താ മക്കളെ, മമ്മ അതൊക്കെ നോക്കി നിൽക്കുക. അമ്മമാനെ ഷുഗർ നോക്കാനൊക്കെ കൊടുന്നാട്ടോ. രാത്രി അല്ല വൈകിട്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങോട്ട് കൊടുന്നത് അമ്മാനൊന്നും കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടിയില്ലേ ഏത് സ്ഥലമാണെന്ന്. നമ്മളെ ഈ അടുക്കളയിൽ നിന്ന് ഇറങ്ങണ ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആ വേസ്റ്റൊക്കെ വെച്ചിരുന്നത്. അതൊക്കെ പൊളിച്ചു. ഇവിടെ ആകുമ്പോൾ നമുക്ക് വല്ലാതെ പണി എടുക്കാമല്ല. മുകളിൽ നമുക്ക് ഷീറ്റ് ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ. ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്, തെറ്റുണ്ടെങ്കിൽ തിരുത്തി തന്നോളൂ കേട്ടോ. പിന്നെ എന്താ ഇപ്പോൾ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നങ്ങോട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഭാഗവും മുട്ടിക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ പിന്നെ വലിയ പണി വരൂല. ഇവിടെ തിണ്ടുണ്ടല്ലോ, ആദ്യം ഇവിടെ തിണ്ടുണ്ടല്ലോ. പിന്നെ ഈ 2 സൈഡും മുട്ടിച്ചിട്ട് ഇവിടെ ഇവിടെ ലേസം മുട്ടിച്ചിട്ട് ഇവിടുന്നും ഇവിടെ ഒരു ലേസം ഗ്രില്ല് വെക്കുക, ചെറിയ കനല്ലാതെ. കാരണം ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ കുറച്ച് സ്പേസ് വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പോവാൻ, കാറ്റ് പോവാൻ. അപ്പോൾ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഗ്രില്ല് വെക്കും. ഇത്ര പടുവും ഉണ്ടാവും കേട്ടോ.
ഈ ഒരു മതിലുണ്ടല്ലോ, ഇവിടെ ഏതായാലും മതിലുണ്ട്. അപ്പൊ ഇവിടെ ഒരു കുറച്ച് ഹോളോബിക്സ് മതി മുട്ടിച്ചാല്, ഈ ഭാഗം മുട്ടിച്ച് നമുക്ക് അപ്പൊ ഒരു റൂമായി കിട്ടുമല്ലോ. ഇവിടെ വരെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഗ്രില്ല് വെച്ചിട്ട് പിന്നെ ഒരു ഗ്രില്ല് ഒന്നായിട്ട് വാതില്, കുറച്ച് വായു കിടക്കണ്ടേ ഫുഡ് ഉണ്ടാക്കാനും വേണ്ടി. പിന്നെ അടുപ്പിന്റെ ആവശ്യമല്ല, നിങ്ങൾക്ക് അറിയാം നമ്മളെടുത്താ മറ്റേ വലിയ അടുപ്പ, ഗ്യാസുമല്ല നമ്മള് ലേഹ്യം കാര്യങ്ങളൊക്കെ ചെയ്യല് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. താഴെ ഒന്ന് കോൺക്രീറ്റ് ഇട്ടുകാണ്ട് നമുക്ക് വില കുറഞ്ഞ ടൈൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചുകാണ്ട് ഒന്നാണ് സെറ്റപ്പ് ആക്കാം. അവിടെയും ചെറുതായിട്ടൊരു ഹോൾസ് ഇട്ടുകാണ്ട് നമുക്ക് ഔട്ട് ഓഫ് ഫാൻ വെക്കാം. എന്നാൽ ഒന്നും കൂടി വൃത്തിക്കാം. അപ്പം ഇത്ര സ്പേസിൽ ഒരു റൂം കിട്ടും അല്ലേ, നല്ലൊരു റൂം. നമുക്ക് ലേഹം ഉണ്ടാക്കാൻ ഒരുപാട് കാലത്ത് ആഗ്രഹം കേട്ടോ, പെട്ടെന്ന് ഇങ്ങോട്ട് നടക്കുമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം പഠിച്ചവരാണ് വലുത്, ഉയർത്തണവും താത്തണവും ഒക്കെ റബ്ബാണ് അല്ലേ. അപ്പം അൽഹംദുലില്ലാ ഞങ്ങളെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് റാഹത്തായി പോണ് കേട്ടോ. പെട്ടെന്ന് പണി തീർത്ത് കയറണമെന്നുണ്ട്, പണിക്കാരെ കിട്ടായിട്ടാണ്. അപ്പം ഇന്ന് സിമെന്റും കല്ലൊക്കെ ഇറക്കിയിട്ട് നാളെ പടുവാര് വന്നുകാണ്ട് ചെയ്യൂ കേട്ടോ. പിന്നെ അടിയിൽ തന്നെ നമുക്കൊന്ന് കോൺക്രീറ്റ് ഇട്ടുകാണ്ട് ഒന്നും ഇങ്ങോട്ടേ, ഞാൻ പറയാം കാക്കുവിനോട് കാവി ഇടാം നമുക്ക്, എന്നാ പിന്നെ തുടച്ചൊക്കെ എടുക്കാൻ വേഗം സുഖമാണ്. ടൈലാവുമ്പോ എന്താന്നോ, നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അടി നിറച്ചും മെഴുക്കായിരിക്കും, പിന്നെ സോപ്പിട്ട് കഴുകി കളയണം. മറ്റേ നമുക്ക് ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി കാവിയൊക്കെ ആവുമ്പോൾ. അപ്പോൾ എന്താ കഴിയുന്ന രീതിയിൽ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണ രീതിയിൽ നമുക്ക് ചെയ്യാം ഇൻഷാ അള്ളാ. പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ നിന്നോട്ടെ, കാരണം ഞാൻ അപ്പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ വന്നാൽ അത് വൃത്തിയേടാവില്ല. അന്ന് നമ്മൾ കൊണ്ടുപോയിട്ടില്ല കേട്ടോ, മെഷീന് കൊണ്ടുപോയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിനുള്ള സെറ്റപ്പുകൾ റെഡി ആക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് കാലത്തിന് പോയതല്ലേ, ഇപ്പം അതുകൊണ്ട് ഏറ്റി കൊണ്ടുപോകേണ്ട കരുതിയാണ്ട് അവിടെ കല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് തരുമ്പോൾ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ റിതും ഷെയ്മോളൊക്കെ വന്നുകാണ്ട് ഓലെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഒന്ന് ഉണക്കി പെട്ടെന്ന്, ഇപ്പം സ്കൂളൊക്കെ തുറന്നേല്. അപ്പം അങ്ങനെ ചെയ്യും കേട്ടോ. ഉമ്മ വീടല്ലേ ഉമ്മ. അപ്പൊ ഈ അടുക്കളയിൽ നിന്ന് വരുന്ന ഈ സ്പേസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കാരണം ഞാനിങ്ങനെ വല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങലില്ല, നിങ്ങൾക്ക് അറിയില്ല, അതിന്റെ ആവശ്യം നമുക്ക് വരലില്ലല്ലോ. നമ്മളെ അടുക്കളയിൽ സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മറ്റേത് ഇവിടെയൊക്കെ ഇനി വെട്ടി പൊളിച്ചുണ്ടാക്കുമ്പോൾ അതിന് ഭയങ്കര സംഖ്യയാവും, നിങ്ങൾക്ക് അറിയില്ല. പെരമ തൊട്ട് കഴിഞ്ഞാൽ നല്ല സംഖ്യയാവും. അപ്പൊ തട്ടിക്കൂട്ട് പരിപാടി കയ്യിലൊതുങ്ങിയ ഒരു സംഖ്യ ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. നേരാവുന്നേ നിങ്ങളെ സപ്പോർട്ട് മതി. പുറത്തൊക്കെ നമുക്ക് വലിയ ചെറിയൊരു സെറ്റപ്പ് റൂമൊക്കെ ഉണ്ടാക്കി ചെയ്യാനുള്ള ഭാഗ്യം റബ്ബ് തരട്ടെ. അപ്പം നമുക്ക് കുടിൽ വ്യവസായി ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് റൂം വേണം. അപ്പം ചെറിയ സെറ്റപ്പ് ഇങ്ങനെ ആക്കൂട്ടോ. പിന്നെ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക തട്ട് വെക്കുമല്ലോ, എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ അടുക്കളയിൽ നമുക്ക് കുപ്പിയും പാട്ടയൊക്കെ വെക്കാൻ. അപ്പം അതിൻ്റെ ഒരു സെറ്റപ്പ് കഴിയുന്നുണ്ടെങ്കിൽ ആ പൈസയിൽ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ചെയ്യണം. എന്നാൽ എന്താണെന്നോ, നമുക്ക് ഈ ലേഹത്തിൻ്റെ പരിപാടിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അടക്കാം. എല്ലാ കാര്യങ്ങളും ലേഹത്തിന് ഉപയോഗിക്കണേയും എണ്ണക്ക് ഉപയോഗിക്കണേയും എല്ലാ സെറ്റപ്പുകളും ഈ റൂമിലുണ്ട് ഒതുക്കാം. മറ്റേ നിങ്ങൾക്ക് അറിയാം ആ റൂം അവിടെ എവിടെയൊക്കെ ആകുമ്പോഴത്തേന് ആകെ അവിടെയും ഇവിടെ വൃത്തിയേടൊക്കെ ആയി കിടക്കും. അപ്പം അതിനായിട്ടൊരു സെറ്റപ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തുറന്ന് വൃത്തിയാക്കിയാൽ മതി അല്ലേ, ഉപയോഗിച്ചാൽ മതി. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെ 2 ഭാഗം ക്ലോസ് ചെയ്യുന്നുണ്ട്. മറ്റ് നിങ്ങൾക്ക് അറിയാം ഒരു റൂമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം ഉറുപ്പ്യൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് വേണ്ടി വരും അല്ലേ, 1 ലക്ഷത്തിന് മേലെ വേണ്ടി വരും ഇന്നത്തെ കാലത്ത്. കാരണം അടിയിട്ട് തറ കെട്ടി അടിയിൽ നിന്ന് ഇങ്ങോട്ട് പടുത്ത് മുകളിൽ ഈ സീറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പ് ഇതൊക്കെ ആകുമ്പോഴത്തിന് നല്ലൊരു എമൗണ്ട്, എന്തായാലും 1 ലക്ഷത്തിൻ്റെ മേലാവും നമുക്ക്. അപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റ് ഒതുങ്ങണ രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. മെല്ലെ മെല്ലെ എടുക്കണം എന്നാണ് കരുതിയിരുന്നത്. അപ്പം ഇനി പെട്ടെന്ന് ഇങ്ങോട്ട് റമളാനൊക്കെ അല്ലേ, അപ്പം മാറാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നമ്മൾ കച്ചവടമൊക്കെ ഉഷാറാകാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു കുപ്പി വാങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ ലേഹ്യം എന്ന് പറയുന്നത് ഉഷാറ് ലേഹ്യമാണ്, നിങ്ങൾക്ക് കഴിച്ചാൽ അറിയാം. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ അതിന് ബെനിഫിറ്റ് ഉണ്ടോ, അതിന് എന്തുകൊണ്ടാണ് നമ്മൾ ആ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ഫലം ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അങ്ങനെ ഒരു ഉപയോഗമുള്ള ഒരു സാധനം ആവുമ്പോൾ അൽഹംദുലില്ലാ റാഹത്തല്ലേ. അപ്പോൾ അതിനുള്ളൊരു മാറ്റം നിങ്ങളെ ശരീരത്തിലും കാണുന്നുണ്ട് പറയുമ്പോൾ അതും സന്തോഷമാണ്. അപ്പോൾ ഉയരങ്ങളിലൊക്കെ എത്തിക്കുന്നേ റബ്ബ്, എന്നും നമ്മളെ ഇങ്ങനെ താന്നു നിർത്തൂലല്ലോ. അപ്പം ഇവിടെ അങ്ങനെ ചെയ്യണം. കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചെറിയ പരിപാടി ചെയ്യണം എന്നുണ്ട്, കഴിയുന്നുണ്ടെങ്കിൽ കേട്ടോ, ഉറപ്പ് പറയില്ല. അതേപോലെ അടുക്കളയിലും ആ കുപ്പിയൊക്കെ വെക്കാനേ
ഞാൻ എപ്പോഴും പറയും ഒരു പലക കണ്ടം വെച്ചാലും മതി. ഇനി 2 ഭാഗം കയറിട്ട് കണ്ട് പണ്ടൊക്കെ ഒരു അലക വെച്ച് കണ്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിൽ സാധനം ചെയ്ത് കണ്ട് ഡ്രസ്സുമൊക്കെ നോക്കണ്ട. ഞാൻ പെരിയിലെ ഡ്രസ്സ് ഇട്ട് കണ്ട് പോകുന്നതാ. പിന്നെന്താ ബാക്കിയുള്ളത് എന്നോ? പിന്നെ ബാക്കിയില്ല പറഞ്ഞുതരാം. ഏതായാലും ഇവിടെ വരെ പടുക്കണുണ്ടല്ലോ നമ്മള്. അപ്പോൾ ബാക്കി ഒരു കുറച്ച് ഇവിടേക്കും കൂടി മനസ്സിലാവുണ്ടോ അറിയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വരെ പടുക്കണുണ്ടല്ലോ നമ്മള്. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് ഇവിടെ ഡോറ് വെക്കാനുള്ള പരിപാടിയല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു 2 വരിയും കൂടിയും പടുക്കാൻ ഉദ്ദേശിക്കണം കേട്ടോ, കഴിയുന്നുണ്ടെങ്കിൽ. എന്നാൽ അങ്ങോട്ട് ഓല് സിറ്റ് ഔട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളിവിടെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഓൽക്കൊന്നും ബുദ്ധിമുട്ട് വരുത്തരുത്. പൊതുവേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടുന്ന് മാറിയല്ലേ. അപ്പോൾ ഒരു 2 ഓളോബിക്സ് വെച്ചുകാണ്ട് മതിൽ അങ്ങേ പറ്റൊന്നും നമ്മളെ കൊണ്ട് പടുക്കാൻ കഴിയൂല. എന്നാലും ഒരു ഇത്ര വരെ കുറച്ച് വരെ നമ്മളിനി ഇവിടുന്ന് പുറത്തുനിന്ന് താഴേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇപ്പം അതിങ്ങനെ കാണണ്ട എഴുതിക്കാണ്ട് കുറച്ച് ഇവിടെ വരെ നമുക്കൊരു നമ്മളെ എകരത്തിൽ 2 വരിയോ 3 വരിയോ പടുക്കണം എന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവസാനിക്കട്ടെ അല്ലേ. പിന്നെ അടിയൊക്കെ കച്ചറായി കിടക്കുക കേട്ടോ, ഒന്നും നേരാക്കിയിട്ടില്ല. ഒക്കെ നേരാക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു റൂമൊക്കെ സെറ്റപ്പ് ആവട്ടെ. പിന്നെ ഇവിടെ എന്താ ചെയ്തമ്മ അപ്പുറത്ത് കൂടെ വരി വീടല് കേട്ടോ. അപ്പുറത്ത് കൂടെ വരി പുകു. നിങ്ങള് മാൻ്റെ ഷുഗറൊക്കെ നോക്കാൻ കൊടുന്ന കേട്ടോ. ഒന്ന് വൈകുന്നേരം ഡോക്ടറെയൊക്കെ കാണിക്കാണ്ട്. പിന്നെ വേസ്റ്റ് വെള്ളത്തിൻ്റെത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഞാനൊന്ന് ചിക്കുമ്പോൾ ഒന്ന് എടുക്കട്ടെ. ഇവിടെ അല്ലായിരുന്നു നിറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ആക്കാല പരിപാടി. പച്ച പൈപ്പല്ല കേട്ടോ, മറ്റേ പൈപ്പ് തന്നെ ഇടും. കൂസിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ ചാല് കീറിക്കാണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇത് എന്താ പാത്രം കഴുകണ വെള്ളം ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടില്ല സെറ്റപ്പിനാട്ടോ. ഇത് പൊളിച്ചെടുത്തതാണ് നമ്മൾ ആ ഒരു ഇത്. പിന്നെ അല്ലാതെ എന്താ സോഫ സെറ്റ് ചീഞ്ഞ് കിടക്കുന്നുണ്ട് പൊന്നാര മക്കളെ. അത് ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. കുട്ടികൾ വെള്ളം ഒഴിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഭക്ഷണമൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യണ ആളുകളൊക്കെ ഉണ്ടല്ലേ. ഒന്ന് ക്ലീൻ ചെയ്ത് കണ്ട് നമ്മൾ ആ സുന്ദരിയായ ഉറയൊക്കെ ഇടണം കേട്ടോ. ഇവിടെ ഇതാക്കണം കുപ്പായൊക്കെ ഇട്ട് സുന്ദരി അയക്കണം. പിന്നെ മതിലിൻ്റെ കാര്യം ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം അതിമ പടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അന്ന് എൻജിനീയർ പറഞ്ഞിരുന്നു കേട്ടോ. അന്ന് പടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമാവുമോയെന്ന്. അപ്പോൾ നോക്കട്ടെ. എന്തായാലും ഒരു സെറ്റപ്പ് അവിടെ ചെയ്യണം. കാരണം ഈ ചരലും മണ്ണും പിന്നെ പൊന്നും മിന്നും അവിടെ ഉണ്ട്. കല്ലിടാൻ നോക്കിക്കുകയാണല്ലേ. 2 ആളും കല്ലും മണ്ണും ഇടല്. 2 ആളും ഞാൻ ഉണ്ടല്ലോ, അതാക്കണ 3 ആളും ഉണ്ട് കേട്ടോ. മതിൽമേൽ ഓളബിസ് കെട്ടാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ വിണ്ടിക്കണല്ലേ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരു വല ആക്കിക്കാണ്ടൊക്കെ ചെയ്ത് കണ്ട് എന്തായാലും അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. ഇവർ അപ്പുറത്തേക്ക് കല്ലും മണ്ണും ഇടുക പറഞ്ഞുകൊണ്ടില്ല പരാതികൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റപ്പ് ആക്കണം. ഒക്കെ കൈ നോക്കുക നമ്മൾ. അവിടെ ഇതാക്കണം സുന്ദരി മാമ നിൽക്കണം. സുന്ദരി മാമ അവിടെ ഇരുന്നാണ്. ഈ ബുഗാണ് ബുഗോ നക്കാ ചീഞ്ഞ് കിടക്കണം. ഒന്നുകൊണ്ട് വൈറ്റ് അടിച്ചണം എന്നുണ്ട് കേട്ടോ. ആകെ വൃത്തികേടായി കിടക്കുകയാണ്. അതുകൊണ്ട് ആകെ വൃത്തികേടായി കിടക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് വൈറ്റ് അടിച്ച് കണ്ട് നമുക്കൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കണ്ട് കയറാമെന്നുണ്ട്. ഒക്കെ പാത്രം പ്ലേറ്റൊക്കെ ഉണ്ടാവില്ലേ. അത് പണിക്കാരുണ്ടായപ്പോഴേ പോല് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. പാത്രം പ്ലേറ്റൊക്കെ ഞാനിപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കയറി വരികയല്ലേ. ഞാൻ അടുത്ത കാണിച്ചത് ഇത് ബാത്റൂമിൻ്റെ അല്ല ബാത്റൂമിൻ്റെ കേട്ടോ. ഇവിടെ കുഴലൊക്കെ വെച്ച് കണ്ട് റെഡി ആക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങോട്ട് പോരണം നീളത്തിൽ. അതുകൊണ്ട് തന്നെ നല്ലൊരു സംഖ്യ ഇറക്കണം ഇതൊക്കെ നന്നാക്കണമെങ്കിൽ. പിന്നെന്താ ഇന്നലെ വീഡിയോസിൽ പറഞ്ഞ പോലെ എന്താ പറയുക, കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും കഴിയും. എന്തുകൊണ്ടാണ് എന്ത് സാഹചര്യം കൊണ്ടാണ് മാറണമെന്ന് ചിന്തിക്കാൻ കഴിയില്ല ആർക്കും. അപ്പോൾ ഇതൊക്കെ ഒന്നാണ് സെറ്റപ്പ് ആക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. മക്കളെയൊന്നും കൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ജാതി പണികളൊന്നും എടുക്കാൻ പറ്റൂല. ആലോചിച്ചാൽ അറിയാം. കുഞ്ഞു മക്കളെയും കൊണ്ട് ആ ഗേറ്റ് എപ്പോഴും ഓപ്പൺ ആക്കി ഇടേണ്ടി വരും. നമുക്ക് വണ്ടി വരും, കല്ലടിച്ചും മണലടിച്ചും മെറ്റലടിച്ചും. അപ്പോൾ ഓലൊന്നും അങ്ങനെ നമ്മൾ അതിനായിട്ട് കെയർ ചെയ്ത് നിൽക്കേണ്ടി വരും. ഞാൻ ഷെയ്മോളി റിതുവിൻ്റെ സ്കൂളൊന്നും അങ്ങനെ വല്ലാതെ ഒഴിവാക്കാനും പറ്റൂല. ഉമ്മാനെ ഞാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ അതെന്താ അപ്പം അങ്ങനെ കാട്ടിയിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ ബാത്റൂമിൻ്റെത് ഒഴിച്ചണില്ല കേട്ടോ, ഒഴിവാക്കണില്ല. മറ്റേ സെറ്റപ്പുകൾ എന്തൊക്കെയാ കോട്ടിക്കൂട്ടച്ചനെ കൂടിയാടില്ല മക്കളെ. മൂലാമാലകളാണ് ഇതൊക്കെ.
എന്തായാലും നല്ല വലിയ കുഴലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട്. ഈ മണ്ണൊക്കെ കുറേ കോരി ഇട്ടിക്കണം. ഇനി ബാക്കിയുള്ള മണ്ണ് ഇവിടെ ഉണ്ട്. അതിനിത് പ്ലംബിങ് പണി പൂർത്തീകരിച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകൾക്ക് ഇട്ടുകൊണ്ടാണ് റെഡിയാക്കാം അല്ലേ. അങ്ങേ അറ്റം വരെ ഉണ്ട്, കുറേ അങ്ങോട്ട് പോവാണ്ട് കേട്ടോ. കുറേ എളുപ്പമാണ് എടുക്കാൻ, നിങ്ങൾക്ക് അറിയണല്ലേ. അങ്ങോട്ട് പോയി അവിടെ കുത്തുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ ടാങ്ക് വെച്ചിട്ടില്ലേ, ആ ടാങ്കിക്ക് ഇനി ഫിറ്റാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ബാത്റൂമിൻ്റെത് ടാങ്കിക്ക് ഫിറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇത്രേ സ്പേസിൽ പോയിട്ടുണ്ട്. പുറത്തു കൂടെ തന്നെ എടുത്തുക്കണം. അകത്തു കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമൊക്കെ കുത്തി പൊളിച്ച് പിന്നെ നന്നാക്കേണ്ടി വരും. അതിക്കാ കല്ല് മണ്ണ് ചാടൂല അപ്പോൾ പിന്നെ എങ്ങനെയാ അത് ഇറങ്ങിയെടുക്കുക? കുറച്ചല്ലേ ഉള്ളൂ അല്ലേ. പിന്നെ ഇവിടെ 2 പണിക്കാരുണ്ട് കേട്ടോ. 2 പണിക്കാർ ഇവിടെ ഉണ്ട്. കയറിപ്പോയടാ അവിടുത്തെ, കയറിപ്പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ കിടക്കുന്നത്. ഞാനൊന്ന് വന്നുകാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ നമ്മൾ അകത്തേക്ക് പോവാട്ടോ. വൃത്തികേടായി കിടക്കുക കേട്ടോ. പണിക്കാരുണ്ടാവുന്ന പെരപ്പങ്ങൾക്ക് അറിയില്ല, ഒക്കെ നന്നാക്കാനുണ്ട്. ഒക്കെ നമുക്ക് നന്നാക്കാം. പിന്നല്ലേ നമ്മൾ ഈ ഒരു അലമാറൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ആ വാതിൽ പറ്റ പോയിട്ടുണ്ട് കേട്ടോ. കൂതൽ പിടിച്ച് പറ്റ പോയിട്ടുണ്ട്. അന്ന് തന്നെ പോയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ അതിങ്ങനെ പൊളിഞ്ഞ് പോ നിൽക്കുകയാണ് പറ്റ. അങ്ങനെ ഒരു ചെറിയൊരു വാതിൽ വെക്കണം. നമ്മളെ റിതുവിൻ്റെ റൂമാണ് കേട്ടോ. പറ്റ ഇറക്കായിട്ടുണ്ട്. കുറേയൊക്കെ അവിടെയും ഇവിടെയും വാരി വലിച്ചിട്ടിക്കുക മക്കളെ. ഇതൊക്കെ എൻ്റെ പണിയാളാണ് കിടക്കണത് കേട്ടോ അവിടെയൊക്കെ. പിന്നെ കട്ടിലേൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് റെഡിയാക്കണം. കുറേ പണികളുണ്ട്, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. കട്ടിലിടറി ഇത് കിടക്കണം കട്ടിലാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് വാതിലും ഒന്ന് നന്നാക്കണം. പിന്നെ വൃത്തികേടായി കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മളങ്ങനെ സെറ്റപ്പിൽ ഇതാക്കിയിരുന്നു. അതൊക്കെ നമുക്ക് നന്നാക്കിയിട്ട് ഒന്ന് വൈറ്റ് അടിച്ചിട്ടുണ്ട് കയറി എഴുതിയിട്ടോ. വൃത്തികേടായി കിടക്കയില്ല. നമ്മളെ ബണ്ണില്ലേ താത്താന്ന് ഒരുപാട് ആൾ ചോദിച്ചിരുന്നു. ഞാൻ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇങ്ങനെ വാരി വലിച്ചിട്ട് എന്താണോ ഞാൻ പെട്ടെന്ന് കസ്റ്റമർ വിളിച്ചുമ്പോഴേ ഇവിടെ വന്നുകാണ്ട് മുറിച്ചുകാണ്ട് കൊണ്ടുപോകല. പിന്നെ അത് ചാക്കിലാക്കിക്കാണ്ട് എടുത്തു വെച്ചാൽ പിറ്റേന്നും ഞാൻ കസ്റ്റമർ വിളിച്ചുമ്പോൾ പിന്നെയും പാക്ക് ചെയ്യണം. അപ്പം ഇവിടെ ഇപ്പോൾ ഏതായാലും കുട്ടികൾ വലിച്ചിടാനൊന്നും ഇല്ലല്ലോ. ആ നമ്മളെ കട്ടിൽ കൊണ്ടുപോയിട്ടില്ല. ആ കട്ടിൽമേൽ ഞങ്ങളവിടെ കട്ടിലൊന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെ താഴെ ഒന്നായിട്ട് വിരിച്ച് കണ്ടാണ് കിടക്കുക. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടുപോകാൻ എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവിടുന്ന് കാണ്ട് മുറിച്ച് കാണ്ട് കൊണ്ടുപോകല. അപ്പോൾ അധികം ആളിങ്ങനെ ചോദിച്ചിരുന്നു മെറ്റീരിയൽസ് ഇല്ലേ എന്ന്. വെൽവെറ്റിലൊക്കെ ഏത് കളറുണ്ട് എന്ന് ഒന്നും കണ്ടോളി. ചുവപ്പ്, റോസ്, വെള്ള, നീല, അതുപോലെ വെൽവെറ്റിൽ ഇനി മഞ്ഞ, ഇങ്ങനത്തെ കളേഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ബട്ടർഫ്ലൈ, പിന്നെ വൂൾബണ്ണൊക്കെ ഉണ്ട്. ഞാൻ ഇറക്കിയിട്ട് ഇതുവരെ നിങ്ങൾക്കൊന്നും കാണിച്ചു തന്നിട്ടില്ല അല്ലേ, ഒഴിവ് കിട്ടായിട്ടാട്ടോ. ഇത് നമ്മളെ ലേഡീസ് ഫിംഗർ ആട്ടോ. പിന്നെ ലേഡീസ് ഫിംഗറിൽ ചെറുതുണ്ട്, ചെറിയ മോഡലുണ്ട്. നല്ല ഭംഗിയാണ്. വീട്ടിലിരുന്ന് കാണാൻ നമുക്കൊരു ചെറിയ വരുമാനം എന്ന നിലയിൽ ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റാറ്റസും കാര്യങ്ങളും വെച്ച് ഫാൻസിക്കൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അവർക്കും ലാഭമുള്ള രീതിയിലേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന്. പിന്നെ എന്താ ബിഗ് ബണ്ണ്, ഇത് കണ്ടോ, ബിഗ് ബണ്ണിലൊക്കെ പല കളേഴ്സും ഉണ്ട്, വൂൾ ബണ്ണിലൊക്കെ പല കളേഴ്സും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ബണ്ണുകളാണ്. ഇത് എന്താണെന്ന് അധികം ആളുകൾക്കും അറിയില്ല, പുതിയ ആളുകൾക്കൊന്നും അറിയുണ്ടാവില്ല. ഇത് നമ്മളെ പച്ചയുണ്ട് കേട്ടോ വെൽവെറ്റിൽ. ഇതാണ് നമ്മളെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ്. മുടിമടുന്ന ബണ്ണാണ് മക്കളെ ഇത്. ഇതിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനം നേടാം നമുക്ക് കേട്ടോ. എൻ്റെ പഴയ ഷോർട്സും വീഡിയോസും ഒക്കെ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഭവം എന്ന്. കണ്ടോ, ബട്ടർഫ്ലൈയിലൊക്കെ നല്ല കളേഴ്സുകൾ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. ആവശ്യമുള്ളവർ പെട്ടെന്നാണ് കോൺടാക്ട് ചെയ്തോളൂ. ഒരു 1/4 കിലോനോ 1/2 kg ഒക്കെ വാങ്ങിക്കാണ്ട് ചെയ്ത് നോക്കി. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യുക, തിരിച്ചിടുക, റൂൾ ചെയ്യുക, നൂലൊക്കെ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കുക. ഉണ്ടോ, ബണ്ണാണ്, മുടിമിടണ ബണ്ണ് കേട്ടോ. ഫാൻസിക്കാരൊക്കെ ഇതിന് റേറ്റ് കമ്മിയാക്കി കൊടുക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യക്കാരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അന്തം വിട്ട് വീട്ടിലിരിക്കണ്ട, എന്തേലൊക്കെ ഒരു ചെറിയ വരുമാനം എന്ന നിലയിൽ
നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഇപ്പോൾ ലേഹ്യം ഇതൊന്നും വിൽക്കാൻ അങ്ങനത്തെ ഒന്നും കഴിഞ്ഞോണമെന്നുണ്ടാവില്ലല്ലോ. ഇതൊക്കെ അറിയണത് വലിയ പണിയൊന്നുമില്ല. കട്ട് ചെയ്യുക, അവിടെ കട്ട് ചെയ്യുക, തിരിച്ചിടുക, റൂൾ ചെയ്യുക. അപ്പോൾ മുടിയും ഇടണതാവും കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ബണ്ണായിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബൺസുകളാണ് ഇപ്പം നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ വല്ലാതെ കൊണ്ട് ഷോർട്സ് ഒന്നും ഇടലില്ല, ഒഴിവ് കിട്ടായിട്ടാ. വൈറ്റും ഉണ്ട് കേട്ടോ. അത് നൈലോണിലാണ്, കോട്ടൺ നൈലോണിൽ വൈറ്റും ഉണ്ട്, ബ്ലാക്കും ഉണ്ട് കേട്ടോ. പിന്നെ ചൈനീസ് നൈലോൺ ഇപ്പം നമ്മളെ കയ്യിലില്ല. പിന്നെ അതിന് പകരമായിട്ടുള്ളത് ഒന്നും കൂടി ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള ഒരു ബണ്ണ. അത് ₹1-2 സെയിൽ ചെയ്യാൻ കഴിയാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബണ്ണാണ്. നല്ല കട്ടിപ്പില്ലൊരു ബണ്ണാണ് കേട്ടോ. ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്നാണ് കോണ്ടാക്ട് ചെയ്തോളി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കേട്ടോ. നമ്മളെ അടുക്കള ഞാൻ പറയാം, അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന്. പിന്നെ ഇതിൻ്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഇവിടെ ഒരു തട്ടയെങ്കിലും വെക്കണമെന്ന്. നേരത്തെ പറഞ്ഞ പോലെ കുപ്പികളൊക്കെ വെക്കാനില്ലേ. ഞാൻ കുപ്പി അതിൻ്റെ മുകളിലൊക്കെ അല്ലേ വെച്ചിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം നമുക്ക് കേട്ടോ. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ കേട്ടോ. ഞാൻ നേരിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുക. ഇനി വീട്ടിൽ ചെന്നാൽ ഒഴിവുണ്ടാവില്ല മക്കളെ, ഒരു മിനിറ്റ് ഒഴിവുണ്ടാവില്ല. എന്തായാലും ഇനിയിപ്പോൾ വൈകുന്നേരം നമുക്ക് ഉമ്മാനെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഹമൊക്കെ ഉണ്ട് കേട്ടോ, പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യക്കാർ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി. ബൺസിനും പിന്നെ കുറച്ച് ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരലുണ്ട്. അതവിടെ പെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് കേട്ടോ കൊറിയർ ഓഫീസിൽ. പിന്നെന്താ, അതിലും നമുക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് തൽക്കാലം ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിൽക്കുക പൊറുതി ഉണ്ടാവില്ല. ഈ മക്കൾ ഇങ്ങോട്ട് അതും ഇതൊക്കെ ഇട്ടിട്ട് അപ്പം നല്ല വൃത്തിയുണ്ട്. നമ്മളെ മക്കളവിടെ ഉണ്ടാകുമ്പോൾ കല്ലും മണ്ണൊക്കെ ഇടും. ആ ചേരലും തന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഏട്ടത്തി വിളിച്ചപ്പോൾ പറയുന്നുണ്ട് ആ ചേരലൊക്കെയാണ് വാരിക്കളാ അറിയുന്നുണ്ട്. അത് വാരിക്കാണ്ട് ഞാൻ ഏതായാലും അവിടെ നമ്മൾക്ക് ആ റൂമിന് അടിയിലേക്ക് മെറ്റലൊക്കെ ആവശ്യം ഉണ്ടാവില്ല, എടുത്തളാം. ഈ കുട്ടികൾ കല്ലെടുത്ത് ഇങ്ങനെ എറിയല്ലേ. അപ്പോൾ ആവുമ്പോൾ ചളിപിളിയായിരിക്കും. അവത്തേക്ക് ഇങ്ങനെ ഇവരിങ്ങനെ ചളിപിളിയാക്കി കാണ്ട് നിൽക്കും. ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ സെറ്റപ്പ് ചെയ്യണം. ഓൽക്ക് ഇങ്ങോട്ട് ഒന്നും ഇടാൻ കഴിയാത്ത രീതിയിൽ. ഇതൊക്കെ കണ്ടോ ഓടണ്. ഇവരെയൊക്കെ കൊണ്ട് ഇവിടെ പണിയെടുക്കാൻ ഒന്നും പറ്റില്ല മക്കളെ, വീട് പണിയൊക്കെ ആവുമ്പോൾ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. പിന്നെ എന്താ ഒന്നും കൂടിയും പറയാനുള്ളത് മറന്നു, കുറ്റപ്പെടുത്തലും കളിയാക്കലൊക്കെ. പിന്നെ അതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യണുണ്ട്. കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാക്കട്ടെ. ഞാൻ ആരോടും ഒന്നിനും പോവലില്ല, നിങ്ങൾക്ക് അറിയണതാണ്. നമ്മളെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം. ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് അനാവശ്യങ്ങൾ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഇറങ്ങിയത്. നല്ല ഉദ്ദേശത്തോടു കൂടി കയറാമെന്നുള്ള രീതിയിൽ. അതിനൊക്കെ അള്ളാഹു ഖൈറാക്കട്ടെ. ആമീൻ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇനി ഞങ്ങൾ പോട്ടെ. പിന്നെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇട്ട് നിങ്ങളെ കാണിച്ചു കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകണി ഇപ്പം തന്നെ ഒന്നാണ് കേട്ട പാട് ലൈക്ക് ചെയ്യുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുകൊണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം.